ഫ്രണ്ട്ലി PSC ഞാൻ ആര്യ. അപ്പൊ നമ്മൾ 7 ദിവസത്തെ ഒരു LP UP റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഭാഷാപരത്തില്. പിന്നെ നമ്മൾ പഠിക്കാൻ പറഞ്ഞിരുന്നത് പ്രകാരവും അനുപ്രയോഗവും വാക്യശുദ്ധിയും. അപ്പൊ നിങ്ങൾ പഠിച്ചു, എക്സാം എഴുതി, അതിന്റെ റിസൾട്ട് ആണ് ഈ കാണുന്നത്. 5 പേർക്ക് ഫുൾ ഉണ്ട് കേട്ടോ, കൊള്ളാം. അതുപോലെ ബാക്കിയുള്ളവരുടെ സ്കോർ ആണ് ഈ പുറകെയുള്ളത്. 8 പോയിന്റ്, 7 പോയിന്റ്, 6 പോയിന്റ്, 1 പോയിന്റ് നെഗറ്റീവിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് നെഗറ്റീവ് ഒക്കെ അടിക്കുന്ന മോശമാണേ, അപ്പൊ നെഗറ്റീവ് ഒന്നും അടിക്കരുത്. അപ്പൊ ഇവരെ പോലെ ടോപ്പിലേക്ക് എത്താൻ നോക്കുക. അവര് കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടാണ് അവർക്ക് 10 കിട്ടിയത് കേട്ടോ. അപ്പോ എന്തായാലും അടുത്ത ടെസ്റ്റിന് ഫുള്ള് വാങ്ങുക. അപ്പൊ ഇന്ന് ഞായറാഴ്ച ഒരു മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതായത് ഡേ 1 മുതൽ ഡേ 4 വരെ നമ്മൾ മെഗാ മോക്ക് ടെസ്റ്റിൽ ഇടുകയാണ്. അപ്പൊ അതില് 1ാം റാങ്ക് കിട്ടുന്ന ആൾക്ക് ഫ്രണ്ട്ലി PSCയുടെ ബുക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. പിന്നെ 2ാം റാങ്ക് മുതൽ 20ാം റാങ്ക് വരെ ഉള്ളവർക്ക് ഫ്രണ്ട്ലി PSCയുടെ ബുക്ക് ഡെലിവറി ചാർജും ഇല്ല, ഒരു 10 രൂപ റിഡക്ഷനും വെച്ചിട്ട് 160 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ നമുക്ക് ഡേ 4ന്റെ ഉത്തരങ്ങളുടെ വിശദീകരണം നോക്കാം. ഇതായിരിക്കും അനുപ്രയോഗം ഏതാണ്? പാടുമെന്ന് പറയുന്ന ക്രിയയുടെ കാലം കാണിച്ചു തരുന്നു. പാടുമായിരിക്കും അല്ലെ, അതായത് എന്താ, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അത് ഏതിൽ വരുന്നതാ? കാലം കാണിച്ചു തരുന്നോണ്ടുള്ള പ്രയോഗം അനുപ്രയോഗം കാലാനുപ്രയോഗമാണ്. പാടുമായിരിക്കും, പാടിയിട്ടുണ്ട്, പാടിക്കൊണ്ടിരിക്കുന്നു, ഇതെല്ലാം എന്താണ്? ഒരു ക്രിയയുടെ കാലം കാണിച്ചു തന്നുകൊണ്ടുള്ള കാലാനുപ്രയോഗം. ഒരു ക്രിയാധാതു അതിന്റെ അർത്ഥം പ്രകടിപ്പിക്കുന്ന രീതിയെ അല്ലെങ്കിൽ മട്ടിനെയാണ് എന്ത് പറയുന്നത്? പ്രകാരം എന്ന് പറയുന്നത്. ഞാൻ അറിയാതെ സത്യം പറഞ്ഞു പോയി. ക്രിയയെ ഇവിടെ ഭേദിപ്പിച്ചിരിക്കുകയാണ്, വിശേഷിപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞു പോയി, ഒരു വിനയം അവിടെ കാണിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ പറഞ്ഞു പോയി എന്നത് ഏതനുപ്രയോഗമാണ്? ഭേദകാനുപ്രയോഗമാണ്. ഭേദകാനുപ്രയോഗം. അനുപ്രയോഗം ചേർന്ന് വരുന്ന ക്രിയകളെ നമ്മൾ എന്താ പറയുന്നത്? പ്രാക് പ്രയോഗമാണ്. അനുപ്രയോഗം ചേർന്ന് വരുന്ന ക്രിയകളാണ് പ്രാക് പ്രയോഗം. പഠിക്കുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല, ചെയ്യുന്നില്ല, ഇല്ല 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 എന്നൊരു വിശേഷണം ചേർന്ന് വരുന്ന അനുപ്രയോഗങ്ങളാണ് ഏത്? നോ, നിഷേധാനുപ്രയോഗം. ദൈവം അനുഗ്രഹിക്കട്ടെ, നന്മ വരുത്തട്ടെ, എല്ലാരും വിജയിക്കട്ടെ. ഏത് പ്രകാരമാ? എല്ലാരും നമ്മൾ അങ്ങ് ആശംസിക്കുകയാണ്. ആശംസക പ്രകാരം. ഇത് തന്നെ ദൈവം എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ ആണെങ്കിലോ ഇത് പ്രാർത്ഥക പ്രകാരമായി പോകും. ഡിഫറൻസ് ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. നിയോജക പ്രകാരത്തില് കണ്ടുവരുന്ന പ്രത്യേകം അവൻ പോയാൽ, നീ വന്നാൽ, നിങ്ങൾ കടിച്ചാട്ടെ, നിങ്ങൾ കഴിച്ചാട്ടെ, നിയോഗിക്കുകയാണ്. എങ്ങനെയാണ് നിയോഗിച്ചത്? അട്ടയെ ചേർത്താണ് അല്ലെ. പ്രത്യേകം അട്ടയാണ് കണ്ടുവരാറുള്ളത്. ശരിയായത് ഏതാണ്? വായിക്കാം. അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക. ജനസംഖ്യയെ തീറ്റിപ്പോറ്റണ എന്തിനാ? അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. ജനത്തെയാണ് തീറ്റിപ്പോറ്റേണ്ടത്. ഇനി അനുദിനം വർദ്ധിക്കുന്ന ജനം സംഖ്യയെ തീറ്റിപ്പോറ്റുക. ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ തീറ്റിപ്പോറ്റുക. വായിക്കുമ്പോൾ അറിയത്തില്ലടാ നിങ്ങൾക്ക്. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. ജനത്തെ അല്ലേ നമ്മൾ തീറ്റേണ്ടത്. അടുത്തത് ശരിയായ പ്രയോഗം ഏതാണ്? എത്രയോ തവണ നമ്മൾ പഠിച്ചു. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഇത് തന്നെയാണ് അല്ലെ. മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അസന്നിഗ്ധം ഓർത്തിരിക്കാനുള്ള കോഡ് എന്തായിരുന്നു? ചന്ദനത്തടി കൊണ്ട് സംശയമില്ലാതെ യുദ്ധം ചെയ്തു എന്നല്ലേ. അപ്പൊ ചന്ദനത്തിന്റെ ഇന്തായും യുദ്ധത്തിന്റെ ധായുമാണ് അസന്നിഗ്ധം. ചന്ദനത്തിന്റെ ഇന്ത ആദ്യം, കഴിഞ്ഞത് യുദ്ധത്തിന്റെ ധാ രണ്ടാമത്. ശുദ്ധമായ വാക്യം ഏതാ? ധീരനായ ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. ധീരനായ ആ സ്ത്രീയോ? അടുത്തത് ധീരനായ സ്ത്രീയുടെ ആ പുത്രന് വീരചക്രം ലഭിച്ചു. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ധീരനായ സ്ത്രീ എന്നൊക്കെ അതല്ലല്ലോ അവിടെ വരേണ്ടത്. സ്ത്രീക്കല്ലല്ലോ അവിടെ ധീരൻ എന്ന് വിശേഷണം കൊടുക്കേണ്ടത്. ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. ഇവിടെ ധീരൻ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അതാണ് ശരി. ധീരന്മാർക്ക് കൊടുക്കുന്ന സാധനമാണല്ലോ വീരചക്രം. അപ്പൊ വീരചക്രത്തിൽ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് ധീരനാണെന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മൾ വീണ്ടും ധീരനാണെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഇതൊക്കെ മുൻകാല ചോദ്യമാണ് കേട്ടോ, മനസ്സിലായല്ലോ. അപ്പൊ വീരചക്രവും ധീരനും കൂടെ ഒരുമിച്ച് വേണ്ട. പിന്നെ ബാക്കി ഘടനയും കൂടെ കറക്റ്റ് ആണെങ്കിൽ അതായിരിക്കും ഉത്തരം. അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യനിൽ ഇതാണ് ഉത്തരം. ഇനി ഉത്തരങ്ങളെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ മെഗാ മോക്ക് ടെസ്റ്റിനായിട്ട് എല്ലാവരും പഠിക്കുക. ഇനി നിങ്ങളുടെ ഡേ 5ലെ ടോപ്പിക്ക് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അതായത് SCERT സാഹിത്യം മുഴുവനും SCERT വൊക്കാബുലറി മുഴുവനും 2 വീഡിയോ ആയിട്ടായിരിക്കും തരുന്നത്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ സാഹിത്യവും കാണും, 1 മണിക്കൂർ വൊക്കാബുലറിയും കാണും. അപ്പൊ 2 മണിക്കൂർ ക്ലാസ് നിങ്ങൾ കേട്ട് പഠിക്കേണ്ടി വരും.
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ കുറച്ച് സമയം നീട്ടിത്തരാം. ഡേ 5ന്റെ എക്സാം നമുക്ക് തിങ്കളാഴ്ച രാത്രി വെക്കാം, തിങ്കളാഴ്ച വൈകിട്ട് ഒരു 9 മണിക്ക് വെക്കാം. അപ്പൊ ഇന്ന് മോക്ക് ടെസ്റ്റിന് പഠിക്കുക, അത് നിങ്ങൾ ഇതുവരെ പഠിച്ച സാധനങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു റിവിഷൻ ബാച്ച് മര്യാദയ്ക്ക് പഠിക്കുന്നവർക്ക് ഭാഷാപരത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം.